ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് വെഡ്ഡിങ് ഷോപ്പിംഗ് ആട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ ഇന്ന് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരുള്ള പുളിമൂട്ടിൽ സിൽക്ക് അവിടേക്കാണ് പോകുന്നത്. എൻ്റെ കസിൻ്റെ കല്യാണം മെയ് മാസമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനേക്കാളും മുന്നേ ഡ്രസ്സ് എടുത്ത് നമുക്ക് തയ്ച്ചൊക്കെ കിട്ടേണ്ട. അപ്പം നമ്മളൊരു ഏപ്രിൽ മാസം ആയപ്പോഴാണ് തോന്നുന്നു, ഏപ്രിലാണോ മാർച്ചിലാണോ തോന്നുന്നു, മാർച്ചിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത്. ഇപ്രാവശ്യം നമുക്ക് പുളിമൂട്ടിൽ സിൽക്കിലേക്ക് വന്നപ്പോൾ പെട്ടെന്നാണ് നമുക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ. രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കും കുറവായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് നേരം സെലക്ട് ചെയ്യേണ്ടി വന്നില്ല. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാരി പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. നോക്കി ലാസ്റ്റ് 2 സാരിയാണ് അവസാനം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം അതിൽ നിന്ന് നമ്മൾ ഏത് സാരി നമുക്ക് കൂടിയും മിററിൽ നോക്കിയിട്ട് ഭംഗി. അപ്പം അങ്ങനെ അവസാനം 2 സാരി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പം മമ്മിക്ക് ആൻറ്റിക്കാണ് പുളിമൂട്ടിൽ സിൽക്കിന്ന് സാരി എടുത്തേക്കണത്. അങ്ങനെ ലാസ്റ്റായിട്ട് അങ്ങനെ ആൻറ്റി സെലക്ട് ചെയ്തത് ടിഷ്യൂൻ്റെ കാഞ്ചീപുരം സാരിയും മമ്മി സോഫ്റ്റ് കാഞ്ചീപുരം സാരിയാണ് സെലക്ട് ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതല്ലാണ്ട് നമ്മൾ പിന്നെ എനിക്കും ആൻറ്റിക്കും സോഫ്റ്റ് ഓർഗൻസയുടെ മെറ്റീരിയൽസ് പുളിമൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായി. പുളിമൂട്ടിൽ സിൽക്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ തയ്ക്കണ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ എനിക്കൊരു യെല്ലോ കളർ സോഫ്റ്റ് ഓർഗൻസയുടെ എടുത്തുണ്ടായി, ആൻറ്റിക്ക് അതിൻ്റെ തന്നെ ലാവൻഡർ കളർ. ഇതിലാണ്ട് പിന്നീട് എക്സ്ട്രാ 2 മെറ്റീരിയൽ കാണുന്നത് നെറ്റ് കോട്ടയുടെ 2ഉം അത് ഹെലൻ്റെ ആട്ടോ. അത് ഹെലൻ തയ്ക്കാൻ കൊടുത്തേക്കണത് ഹെലൈൻ ഗൗൺ മോഡലാണ്. അപ്പോൾ അങ്ങനെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായി കേട്ടോ, കോൺ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായി. പക്ഷെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ പൊതുവേ തണുത്ത ജ്യൂസായാലും ഐസ്ക്രീം ആയാലും കഴിക്കൽ കുറവാണ്. എന്തായാലും കുറേ നാളായല്ലോ കഴിച്ചിട്ട്, പിന്നെ നല്ല ചൂടുള്ള സമയമല്ല. അപ്പം എന്തായാലും തണുത്തത് കഴിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ടേസ്റ്റ് എനിക്ക് അതിൻ്റെ ഇഷ്ടമായില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഷോപ്പിങ്ങിന് തന്നെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പോണത് നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മിലാൻറ്റിക് ബോട്ടിക്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു വെഡ്ഡിങ് ഷോപ്പിങ്ങിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ വ്ളോഗായിട്ട് ഇടണേ. പിന്നെ മിലാൻറ്റിക് ബോട്ടിക്കിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. അതിൻ്റെ ഷോർട്സ് പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്രാവശ്യം മമ്മിയും ആൻറ്റിയും മിലാൻറ്റിക്കിലാട്ടോ ബ്ലൗസ് തയ്പ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലൗസുമേ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, വർക്കൊക്കെ അവർ ചെയ്തു തരും. ഈ ഒരു വീഡിയോ ആട്ടോ ഞാൻ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വീണ്ടും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സാരി എടുത്തത് ആൻറ്റി പുളിമൂട്ടിൽ സിൽക്കിൽ നിന്നാണ്. ബ്ലൗസും പിന്നെ അതിൻ്റെ ബാക്കിലുള്ള വർക്ക് മിലാൻറ്റിക്കിലുള്ളവരാണ് ചെയ്തത്. അടുത്ത ഫോട്ടോയിൽ കാണുന്ന ഔട്ട്ഫിറ്റ് ആയാലും അവിടെ നിന്ന് തന്നെയാട്ടോ എടുത്തത്. ഈ കാണുന്നതാട്ടോ മിലാൻറ്റിക് ബൈ മിലൻ പോളിൻ്റെ ബോട്ടിക്ക്. അങ്ങനെ നമ്മളിവിടെ മിലാൻറ്റിക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അധികം ക്ലിപ്പൊന്നും എടുത്തൊന്നുമില്ല ഞാൻ ഡ്രസ്സ് എടുക്കണതിൻ്റെ. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകണം തന്നെ അറിയില്ല. അത്രയും പേർത്ത് മെറ്റീരിയൽസും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എയർലൈൻ മോഡലൊക്കെ ഇടാൻ പറ്റണ സിമ്പിളായിട്ടുള്ള കുർത്തീസ്, ജീൻസിന് ഇടാൻ പറ്റുന്ന കുർത്തീസ്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി സമയം പോയത് തന്നെ അറിഞ്ഞില്ല. പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഫംഗ്ഷൻ ആയാലും വലിയ ഫംഗ്ഷനൊക്കെ ആയാലും അതിന് പറ്റിയ ഡ്രസ്സും കുർത്തീസും ഒക്കെ നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ടുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും എനിക്ക് ഹെലന് ആൻറ്റിക്ക് എസ്തു ഞങ്ങൾക്ക് 4 പേർക്കും ഒരു ഫുൾ ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞങ്ങൾ സോഫ്റ്റ് ഓർഗൻസയുടെ മെറ്റീരിയൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുളിമൂട്ടിൽ സിൽക്ക് അവിടേക്ക് പോയി. കാരണം നമുക്ക് എടുത്ത മെറ്റീരിയലിന് ലൈനിങ് അവിടെ കിട്ടില്ല. ലൈനിങ് ആദ്യം കൊടുത്തിട്ടുണ്ടായി, കുറേ തിരക്കൊക്കെ ആയപ്പോൾ പിന്നെ അവർ ലൈനിങ് കൊടുക്കൽ നിർത്തി. അപ്പോൾ നമ്മളെടുത്ത ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ലൈനിങ് എടുക്കാനാണ് ഇവിടേക്ക് വന്നേക്കുന്നത് പുളിമൂട്ടിൽ സിൽക്കിക്ക്. അപ്പോൾ ലൈനിങ് നമ്മൾ ക്രേപ്പ് ആയിട്ട് എടുത്തത്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് പീച്ച്, ഹെലൻ്റെ തീപ്പെട്ടി വയലറ്റ്, എസ്തുവിൻ്റെ യെല്ലോ, ആൻറ്റിയുടെ ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എടുത്ത ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ പേരാണ് കേട്ടോ ക്രേപ്പ്. ആൻറ്റിയും മമ്മിയൊക്കെ അപ്പോൾ ലൈനിങ് ഒക്കെ എടുത്ത് ബില്ലടിക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ കസേരമ്മ അവിടെ ഇരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ ഷോപ്പിങ്ങിന്. അപ്പോൾ കുറേ നേരം ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ഷീണമായി. അപ്പോൾ അങ്ങനെ ബില്ലടിക്കാൻ ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഇതാട്ടോ ഞങ്ങൾ എടുത്ത മെറ്റീരിയൽസ്. അത് വീട്ടിൽ വന്നിട്ട് ശരിക്കും നല്ലപോലെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം.
കല്ലൂട്ടാണോ കല്ലൂട ഇവിടെ അവക്കാടില്ലേ കടല്ലേ മിൽക്ക് ഒഴിച്ചിട്ട് ചോദിച്ചു നോക്കിയേ കിട്ടാറുണ്ട് കൈലാശം വന്നപ്പോ അവിടെ തന്നെ എത്തിയ നമ്മള് ഇവിടെ നല്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം നമ്മൾ പോവാട്ടെ, വീണ്ടും ഷോപ്പിങ്ങിന് തന്നെയാണ് പോണേ. അപ്പോൾ പോണ വഴിയിൽ നമ്മുടെ ആറാട്ടുപുഴ പൂരം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ റോട്ടിൽ കാണുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഷോപ്പിംഗ് എൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ.